കർക്കിടക സ്പെഷ്യൽ ഇന്നത്തെ ഐറ്റം തഴുതാമ എങ്ങനെ തോരൻ വെക്കാന്നുള്ളതാണ്. ഇതാണ് തഴുതാമ കാണാത്തവരാണെന്ന് വന്നുണ്ടെങ്കിൽ കണ്ടോളുക. ഇപ്പോൾ എവിടെയൊക്കെ വെള്ളത്തിൻ്റെ അംശമുണ്ടോ നമ്മളെല്ലാം നോക്കിയാൽ തഴുതാമ കാണും. പൊതുവേ എല്ലാ സീസണിലും കാണും. പക്ഷേ മഴക്കാലത്തായിരിക്കും ഏറ്റവും കൂടുതൽ പിടിച്ചു വരുന്നത്. ആൾ കയറാത്ത പറമ്പുകളിൽ അതുപോലെ തന്നെ റോഡരികളിൽ ഒക്കെ തഴുതാമ ഉണ്ടാവും. ഈ തഴുതാമ ഏറ്റവും കൂടുതൽ ശരീരത്തിന് വളരെ നല്ലൊരു സാധനമാണ്. ഈ കർക്കിടക മാസം കഴിക്കുന്നത് പത്തലുകൾപ്പെട്ട ഒന്ന് തന്നെയാണ് തഴുതാമ എങ്ങനെ പെർഫെക്റ്റായിട്ട് തോരൻ വെക്കാന്നുള്ള ശരീരത്തിനകത്തുണ്ടാകുന്ന നീർക്കെട്ടുകൾ, വയറിനുണ്ടാകുന്ന ദഹന സംബന്ധ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കണ്ണിനുണ്ടാകുന്ന കാഴ്ചക്കുറവിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് തഴുതാമ തോരൻ എന്ന് പറയുന്നത്. സോ ഗൈസ്, ഇറ്റ്സ് മീ ശ്രീ, വെൽക്കം ടു മൈ ചാനൽ വില്ലേജ് കറീസ്. തഴുതാമ എങ്ങനെ നന്നായിട്ട് തോരൻ വെക്കാന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ഇവിടെ കുറച്ച് തഴുതാമ പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഇപ്പോൾ ജസ്റ്റ് കാണിക്കുവാണ്. ഇതാണ് തഴുതാമ കണ്ടാൽ തിരിച്ചറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോളുക. ഇതിനൊക്കെ ഈ പൂവൊക്കെ ആയിട്ടിരിക്കും. ഈ സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണോ നിറയെ വെള്ളമുള്ളത് ആ വെള്ളമുള്ളിടത്താണ് തഴുതാമ ശരിക്കും പിടിച്ച് വരുന്നത്. നന്നായിട്ട് ആർത്ത് പിടിക്കും മഴ പെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ കർക്കിടക മാസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തഴുതാമ ഈ സമയത്ത് തോരൻ വെച്ചും മറ്റുമൊക്കെ ആയിട്ട് കഴിക്കും. പലതരത്തിൽ കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഈ സമയത്ത് നോർമലി നമ്മൾ പത്തിലക്കറികളുടെ കൂടെ ഉള്ള അതിനകത്ത് പെടുത്തുന്നതാണ് തഴുതാമ. ഇപ്പോൾ തഴുതാമ തോരൻ അതുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്യുന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ തഴുതാമ നന്നായിട്ട് അതിൻ്റെ ഇലയും അതുപോലെ തന്നെ നാമ്പും എല്ലാം നുള്ളി വെള്ളത്തിൽ കഴുകാനിട്ടിരിക്കുവാണ്. ഇത് നന്നായിട്ട് വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കണം. കാരണം ഇതിനകത്ത് ഇലയിലൊക്കെ നിറയെ പ്രാണികളും ചിലപ്പോൾ പുഴുവൊക്കെ ആണ്. അപ്പോൾ എല്ലാം നോക്കി തിരിഞ്ഞ് മാറ്റിയിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം 2-3 തവണ. അപ്പോൾ ഞാനൊന്ന് കഴുകിയെടുത്ത് മാറ്റി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ആദ്യം തന്നെ. ഇവിടെ ഇപ്പോൾ ഈ തഴുതാമ ഞാൻ കുറേശ്ശെയായിട്ട് എടുത്ത് അരിയുവാണ്. നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ചെറുതായിട്ട് എടുത്തിട്ട് നല്ലതായിട്ട് എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റും അത്രത്തോളം ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. ആദ്യം ഇത് ഫുള്ള് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വളരെ ചെറുതായിട്ട് വേണം അരിയാനായിട്ട്. എത്രമാത്രം നിങ്ങൾക്ക് ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രയും മാത്രം ചെറുതായിട്ട് അരിയണം. ഇവിടെ തോരൻ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചു. ഇത് ചൂടായതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള വിഭവങ്ങൾക്കൊക്കെ നമ്മൾ വെളിച്ചെണ്ണ തന്നെ വേണം ഉപയോഗിക്കാൻ. നല്ല ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അത്യാവശ്യം നമുക്ക് ഇല എണ്ണയെ കിടന്ന് വഴന്ന് വരുന്ന പരുവത്തിന് പറ്റുന്ന അത്രയും വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് വേണം കടുകും മറ്റും പൊട്ടിച്ചെടുക്കാൻ. ഇതിൽ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ടേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കടുക്. ഇനി ഉഴുന്ന്. ഇത് ഇലക്കറി ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടുതൽ ചേർക്കും നമ്മൾ. പച്ചമുളക്. ഇതൊന്നും തന്നെ എണ്ണ കരിഞ്ഞു പോരും പാടില്ല. ശേഷം ഒരു 2 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇപ്പോൾ ഉള്ളി എണ്ണയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ടേക്ക് ഞാൻ കറിവേപ്പില 2 തണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇപ്പോഴാണ് നമുക്ക് തഴുതാമ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അത്യാവശ്യം കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം ആദ്യം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. കാരണം ഇതിൽ നിന്ന് എണ്ണ വഴന്ന് കഴിയുമ്പോൾ നന്നായിട്ട് അങ്ങ് വാങ്ങും. അപ്പോൾ നമുക്ക് ഉപ്പിൻ്റെ ആ പരുവത്തിനനുസരിച്ച് പിന്നെ ചേർക്കുന്നതായിരുന്നു നല്ലത്. തോരന് വേണ്ടിയുള്ള തേങ്ങ അരപ്പിന് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ്. തേങ്ങ ഞാൻ ചേനത്തണ്ട പറഞ്ഞ പോലെ തന്നെ ഇവിടെ എടുത്ത് തേങ്ങയുടെ അളവ് പറയുന്നില്ല. എന്തോരമാണ് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് നമ്മളെ കൈയളവാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എടുത്ത് ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങകളുണ്ടെന്നാലും ഒരു 6-7 ചെറിയുള്ളി, ഒരു 8-10 അല്ലിയോളം വെളുത്തുള്ളിയെ, കുറച്ച് കാന്താരി മുളക്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. മറ്റുള്ളത് വ്യത്യാസമായിട്ട് ഇതിലൊക്കെ 1 നുള്ളി ജീരകം ചേർക്കണം. കാരണം ഇത് ഇലക്കറി ആയതുകൊണ്ട് ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമുണ്ടാകും. മാത്രമല്ല കുറച്ചുകൂടെ ടേസ്റ്റ് അതാണ് ജീരകം ചേർത്ത്. അതുകൊണ്ട് തന്നെ 1 നുള്ളി ജീരകം കൂടെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാണ് ഇപ്പോൾ കണ്ടല്ലോ ഇതിനകത്തുനിന്ന് വെള്ളമെല്ലാം ഇറങ്ങി ഇത് വെന്ത്
നന്നായിട്ട് എണ്ണയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ നിങ്ങൾ എടുത്ത് നോക്കുക. അതായത് ഉപ്പ് കുറവാണെന്ന് വേണം. ഇപ്പം ഞാൻ ചേർക്കുന്നത് ഉപ്പ് കുറവാണ്. ഞാനിപ്പോൾ അത് അടുത്ത് ചേർക്കുന്ന തേങ്ങാരപ്പിന് ശേഷം മാത്രമേ, ഈ അരപ്പ് ചേർത്തതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കത്തുള്ളൂ. ഇതാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ്. ഈ ഒരു പരുവാണ്. ഒത്തിരി കടം തേങ്ങ അരഞ്ഞു പോരുത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളി എല്ലാം ഏകദേശം ഇതിനൊക്കെ തന്നെ പൂർണ്ണമായിട്ട് അറിയാതെ ഈ ഒരു പരുവത്തിൽ കിടക്കുന്നതാണ്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട് അരച്ച് ഇത് ചേർത്ത് കൊടുക്കും ഇതിലേക്ക്. ഈ തേങ്ങാരപ്പ് എല്ലായിടത്തോടും നന്നായി ചേർത്ത് കൊടുത്തു. ഇനി അത്യാവശ്യം നമുക്ക് ഇതിന് വേണ്ട ഉപ്പ് കൂടെ ചേർക്കണം. നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ എന്തോരം നമുക്ക് ഉപ്പ്, അതായത് നമ്മുടെ തോരന് കുറവുണ്ടെന്ന് തോന്നുന്നു, നമ്മളത് കണക്കാക്കി ഉപ്പ് ചേർക്കുക. ഇവിടെ അത്യാവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് കൂടെ ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുക. എന്നാൽ ഈ ഉപ്പും അതുകണക്ക് തന്നെ തേങ്ങാരപ്പും നമ്മുടെ തഴുതാമയുടെ ഇലയും എല്ലാം കൂടെ നന്നായിട്ട് ചേർന്ന് തോരൻ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മുടെ തഴുതാമത്തോരൻ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ഞാനൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് തുറന്നതാണിത്. പിന്നെ തോരന് വേണ്ട സാധനങ്ങളിലായിട്ടുണ്ട്. ഏകദേശം ഈ പരുവത്തിലായിട്ട് തോരൻ കിട്ടും നമുക്ക്. അത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി, അതുപോലെ തന്നെ എണ്ണ കുറച്ചാണെന്നുണ്ട് ഇത് കുറച്ചും കൂടെ നന്നായിട്ട് കുറച്ച് ലൂസായിട്ടിരിക്കും. ഇത് ചെറുതായിട്ട് കുഴഞ്ഞിരിക്കുന്നത് തോന്നില്ലേ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം എണ്ണ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്തെടുത്തുകൊണ്ടാണ്. എന്തായാലും വളരെ ടേസ്റ്റിയാണിത്. ഈ കർക്കിടക മാസത്തിൽ കഴിക്കാനായിട്ട് ഉള്ളതിൽ ഏറ്റവും നല്ല തോരൻ തന്നെയാണിത്. അതുപോലെ തന്നെ മറ്റുള്ള പത്തിരകളുടെയും തോരനുണ്ട്. പറ്റുന്നിടത്തോളം റെസിപ്പികൾ ഞാൻ കാണിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും. അപ്പോൾ വില്ലേജ് കറി എന്നുള്ള ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. നല്ല നല്ല റെസിപ്പീസിനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയൊരു ഐറ്റവുമായിട്ട് വീണ്ടും കാണാം. തൽക്കാലമായിട്ട് ഗുഡ് ബൈ. തോരൻ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കഴിച്ചു നോക്കിയേ.